EMS ആയിരുന്നു തീസിസ് എങ്കിൽ പിണറായി വിജയൻ അതിന്റെ ആന്റി തീസിസ് ആണ്. എല്ലാം നഷ്ടപ്പെടുത്തിയ EMSഉം എല്ലാം നേടിയ പിണറായിയും. എന്നിട്ട് പറയുന്നതോ ഭാര്യയുടെ പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്ന്. EMSനും തന്റെ സ്വത്ത് വിറ്റ് കമ്പനി തുടങ്ങാമായിരുന്നു. പകരം അദ്ദേഹം അത് പാർട്ടിക്കാണ് കൊടുത്തത്. ഇന്നത്തെ CPMന്റെ അവസ്ഥയെക്കുറിച്ച് CP ജോണിന്റെ വാക്കുകളാണിത്. ഏതൊരു സാധാരണ CPMകാരുടെ മനസ്സിൽ എന്തുകൊണ്ട് നമ്മുടെ പാർട്ടി നശിച്ചു പോകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഒറ്റവാക്കിൽ അദ്ദേഹം വ്യക്തമാക്കുന്നത്. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ബംഗാളിന്റെ പാതയിലേക്കുള്ള സഞ്ചാരം തുടങ്ങിയിരിക്കുകയാണ്. തുടർച്ചയായി 34 വർഷക്കാലം CPM ഭരിച്ച ബംഗാളിലെ സ്ഥിതി അതിദയനീയമായിരിക്കുകയാണ്. 2004 തിരഞ്ഞെടുപ്പിൽ ബംഗാളിൽ 26 സീറ്റുകൾ ജയിച്ച CPM തുടർന്ന് 2009 നടന്ന തിരഞ്ഞെടുപ്പിൽ 9 സീറ്റുകളിൽ ഒതുങ്ങുകയായിരുന്നു. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കിട്ടിയ തകർച്ചയെക്കുറിച്ച് അന്ന് CP ജോൺ പറഞ്ഞത് ബംഗാളിലെ CPM ഒരു വാടിയ പൂവായി എന്നായിരുന്നു. ആണവ കരാറിന്റെ പേരിൽ CPM UPA സർക്കാരിന്റെ പിന്തുണ പിൻവലിക്കുക എന്ന പിന്തിരിപ്പൻ നയം കാരണം അന്നേ ഇന്ത്യ മഹാരാജ്യത്തെ ജനങ്ങൾ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ചവറ്റുകുട്ടയിലെറിഞ്ഞിരുന്നു. സിംഗൂരിലും നന്ദിഗ്രാമിലും ഇടതു സർക്കാർ നടത്തിയ അഴിഞ്ഞാട്ടം, സത്യം വിളിച്ചു പറഞ്ഞതിന് സോമനാഥ് ചാറ്റർജിയെ പുറത്താക്കുക തുടങ്ങിയ തെറ്റായ പ്രവണതകൾ നടക്കുമ്പോൾ അന്ന് ബംഗാളിലെ CPM നേതൃത്വത്തെ വിമർശിക്കാനോ തെറ്റ് ചൂണ്ടിക്കാണിക്കാനോ ധൈര്യമുള്ള ഒരാളും CPMനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അന്ന് തുടങ്ങിയ തകർച്ചയിൽ നിന്നും CPM ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പിന്തുണയിൽ ബംഗാളിൽ മത്സരിച്ചിട്ട് പോലും നിലം തൊടാൻ CPMന് കഴിഞ്ഞിരുന്നില്ല. ഒളിഞ്ഞും തെളിഞ്ഞും കോൺഗ്രസിനെ ആക്രമിക്കാനും നിലവാരമില്ലാത്ത വാക്കുകൾ കൊണ്ട് അപമാനിക്കാൻ ശ്രമിച്ച CPMന് കോൺഗ്രസിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ് ഇന്നും ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ സാധിക്കുന്നത്. ആകെ ജയിച്ച 4 സീറ്റുകളിൽ 3 കോൺഗ്രസിന്റെ പിൻബലത്തിൽ ജയിച്ചതാണ്. ഇത് CPMന് കാലം കരുതി വെച്ച ശിക്ഷയായി മാറി. ത്രിപുരയിലും സ്ഥിതി വ്യത്യസ്തമല്ല. അവിടെ CPMന് നേടാനായത് വെറും 12.43% വോട്ടുകൾ മാത്രമാണ്. ഇനി കേരളത്തിലേക്ക് വരാം. ഇപ്പോൾ ജയിക്കുമെന്ന് കൊട്ടിയാഘോഷിച്ചിറങ്ങിയ CPMന് ആകെ ജയിക്കാനായത് വെറും 1 സീറ്റിൽ മാത്രമാണ്. കഴിഞ്ഞ വർഷത്തെ ശബരിമല, പെരിയ കൂട്ടക്കൊല വിഷയങ്ങളോ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് വന്നപ്പോഴുള്ള തരംഗമോ ഒന്നും ഇല്ലാതെ തന്നെ UDF 18 സീറ്റുകളിലാണ് വിജയിച്ചു കയറിയത്. തീർച്ചയായും ഭരണവിരുദ്ധ വികാരം തന്നെയാണ് ഇതിന് പ്രധാനപ്പെട്ട ഘടകം. വ്യാജ ആരോപണങ്ങളും കള്ളക്കളിയും കൊണ്ട് ജയിക്കാമെന്ന CPMന്റെ സ്ഥിരം ടൂൾ ബോക്സ് ഇത്തവണ പ്രതിഫലിച്ചില്ല എന്നർത്ഥം. പാർട്ടി വോട്ടുകൾ പോലും തകർന്നടിയുന്ന കാഴ്ച. തുടർഭരണം കിട്ടിയത് മുതൽ താനാണ് ഈ നാടിന്റെ രാജാവ് എന്നുള്ള ധാർഷ്ട്യവുമായി സിംഹാസനത്തിലിരിക്കുന്ന കാരണഭൂതന് താൻ ചെയ്യുന്ന എന്ത് നേറുകേടും കഴുതകളെ പോലെ ക്യാപ്സൂൾ കൊണ്ട് നേരിടാനുള്ള സൈബർ ഗുണ്ടകളെ കൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തുടർച്ചയായി ഭരിക്കാമെന്നുള്ള ആ കണക്കുകൂട്ടലിന് കേരളത്തിലെ ജനങ്ങൾ കൊടുത്ത ശക്തമായ പ്രഹരമാണിത്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ മുഖ്യനെ പാഠം പഠിപ്പിക്കുകയും പാർട്ടിയെ ഇപ്പോൾ തന്നെ ശരിയാക്കി കളയാം എന്ന ധാരണയിൽ രൂക്ഷ വിമർശനവുമായി പല പ്രമുഖരും മുന്നിട്ടിറങ്ങുന്നുണ്ട്. പാർട്ടി ജില്ലാ, ഏരിയ, ലോക്കൽ കമ്മിറ്റികളിൽ ഇവർ പൊട്ടിത്തെറിച്ച് സംസാരിക്കുമ്പോഴും അവരോടായി ഒരു ചോദ്യം. പിണറായി വിജയന്റെ മകൾ ഗവൺമെന്റിന്റെ കമ്പനിയായ KSIDCക്ക് ഷെയറുള്ള CMRL എന്ന കമ്പനിയിൽ നിന്നും 1,75,00,000 രൂപ വാങ്ങിച്ചത് അഴിമതിയല്ലേ? ഇത് പിണറായി വിജയന്റെ മൂത്തു നോക്കി ചോദിക്കാനുള്ള തന്റെ ഇടം നിങ്ങൾക്കുണ്ടോ? പണ്ട് MV രാഘവൻ ബദൽ രേഖ അവതരിപ്പിക്കുമ്പോൾ കൂടെ നിൽക്കുകയും അവസാനം അദ്ദേഹത്തിന് പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്ത പാരമ്പര്യമുള്ള നിങ്ങൾക്ക് അതിനുള്ള ആർജവുമില്ല. CPMന്റെ കേന്ദ്ര കമ്മിറ്റിക്ക് അതിനുള്ള നട്ടലുമില്ല. മക്കളുടെ കമ്പനികളെ വളർത്തി അവരെ ധനികരിൽ നിന്നും കൂടുതൽ ധനികരാക്കാനുള്ള തത്രപ്പാടിനിടയിൽ പാർട്ടി തളർന്നാലെന്ത്, നശിച്ചാലെന്ത്? BJPയുമായി ചേർന്ന് അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം വഴി പലതും നേടിയെടുക്കാമല്ലോ. ജനങ്ങളുടെയും സാധാരണ പാർട്ടിക്കാരുടെയും മുന്നറിയിപ്പ് കിട്ടിയിട്ട് പോലും തെറ്റിദ്ധരുത്താനുള്ള ഒരു ഭാവവും CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. ഒരു കാരണവശാലും ശിക്ഷാ ഇളവ് നൽകരുതെന്ന് കോടതി പറഞ്ഞ TP കേസ് പ്രതികളെ ജയിൽ മോചിതരാക്കാനുള്ള ശ്രമത്തിലാണ് CPM. ഇത് ജനങ്ങളോടുള്ള CPMന്റെ പരസ്യമായ വെല്ലുവിളിയാണ്. കേരളം എന്ന തുരുത്തുകൂടി CPMന് നഷ്ടപ്പെടാൻ പോകുന്നു എന്നതിന്റെ തെളിവാണിത്. CP ജോൺ പറഞ്ഞതുപോലെ 2009 ബംഗാൾ CPM വാടിയ പൂവായി, പിന്നീട് കൊഴിഞ്ഞ പൂവും അവസാനം കരിഞ്ഞ പൂച്ചെടിയുമായി മാറി. അതുപോലെ 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ CPM വാടിയ പൂവായി മാറി. ഇത്തരത്തിലാണ് CPMന്റെ പോക്കെങ്കിൽ കൊഴിഞ്ഞ പൂവാകാനും കരിഞ്ഞ പൂച്ചെടിയാകാനുമുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.